Sanju Samson. How personal this is for Malayalis. Like, oh my god, India ജയിച്ച എല്ലാ വേൾഡ് കപ്പിലും മലയാളികളുണ്ട്. പക്ഷേ this is huge. This is the biggest thing. Like, oh man, Sanju Samson not just winning the cup, player of the tournament. വെറും അഞ്ച് മാച്ചിൽ നിന്ന്, ലൈക്ക് ഇന്ത്യ പ്ലേഡ് 9 matches, അതിൽ 5 മാച്ചിൽ നിന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ലാസ്റ്റ് 3 ഗെയിം കണ്ടിന്യൂസ് ആയിട്ട് 50-50-50, അതും സെഞ്ചുറി അടിക്കാമായിരുന്നു പലരും. വി നോ ഇന്ത്യ ഈസ് എ കോമ്പറ്റീറ്റീവ് കൺട്രി വെൻ ഇറ്റ് കംസ് ടു ക്രിക്കറ്റ്. ഇന്ത്യയിൽ ലൈക്ക് ക്രിക്കറ്റ് ലൈക്ക് 1.4 billion people, and even I think everyone wants to play for India. Like someone, like എല്ലാവരെയും ചൈൽഡ്ഹുഡ് സ്വപ്നമാണ്. നമ്മളെല്ലാവരും റൂമിൽ വാതിലടിച്ച് നമ്മൾ മറ്റേ കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാറ്റ് കൊണ്ടൊക്കെ നമ്മൾ 6 അടിച്ചിട്ടുണ്ട്. നമ്മൾ 6 6 അടിച്ചിട്ട് ഇന്ത്യ ജയിപ്പിക്കുന്ന സ്വപ്നം. ഇറ്റ്സ് ലൈക്ക് never ever will be a sports movie will be this is the story, this is everything, history repeating and defeating India, everything is there. പക്ഷേ Sanju Samson, മലയാളികൾക്ക് Sanju Samson, this is the proudest moment for every Malayali out there. Oh man, 5 ഗെയിമിൽ നിന്ന് അത് പുറത്തായി. ന്യൂസിലൻഡ് സീരീസിൽ വളരെ മോശം കളി കളിച്ചു. സ്വന്തം ഗ്രൗണ്ടിൽ തിരുവനന്തപുരത്ത് കളിക്കാൻ പറ്റാതിരുന്നു. ആൻഡ് ചാൻസ് പോയി, പിന്നെ ചാൻസ് തിരിച്ചു വന്നു. ആൻഡ് പ്ലേഡ് ഫോർ ദ ടീം. 3 സെഞ്ചുറി അടിക്കാൻ പറ്റുന്ന കളി. പക്ഷേ സെൽഫ്ലെസ് ക്രിക്കറ്റിംഗ്. ആൻഡ് അവസാനം ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഐ നെവർ ലൈക്ക് ടു കോമ്പീറ്റ് വിത്ത് മൈ ഓൺ ടീം. That itself explains the human being Sanju Samson. I will never ever compete with Indian team. We know how competitive this is. Man, to say that out loud in that stadium after winning the player of the tournament, saying the truth out loud, that takes courage. Oh man, like, this is huge. This is personal. This is, oh, Sanju Samson, you did it. Oh my dear Lord.